നമസ്കാരം. സോംജീസ് മിററിൽ മണി ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകനം വന്നു കഴിഞ്ഞു. മാർക്കറ്റൊക്കെ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്ക് അവർ കടന്ന് ചിന്തിച്ചു. 50.50% റീപ്പോ നിരക്ക് കുറച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ CRR റേറ്റ് 1% കുറച്ചത്. അപ്പോൾ ഇതെല്ലാം മാർക്കറ്റ് പ്രതീക്ഷിച്ചിരുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു നടപടിയാണ് റിസർവ് ബാങ്കിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഗവൺമെൻറ് GDP-യിലുണ്ടാകുന്ന വളർച്ചയെ ത്വരിതപ്പെടുത്താൻ മുന്നിട്ടിറങ്ങുന്നു എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെലുത്തുന്ന മേഖലകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. റീപ്പോ നിരക്ക് കുറയ്ക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഡയറക്റ്റായിട്ട് ബാങ്കുകളെ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, ഇതിനെയൊക്കെ അത് ഡയറക്റ്റായിട്ട് ബാധിക്കുമെന്ന് നമുക്കറിയാം. ബാങ്കുകൾക്ക് കൂടുതൽ ബിസിനസ് ചെയ്യുന്നതിന് വേണ്ട പണം 2.5 crore 2.5 lakhs crore ബാങ്കുകൾക്ക് ലഭിക്കുന്നത്. CRR റേറ്റ് 1% താഴ്ത്തുമ്പോൾ. അപ്പോൾ കൂടുതൽ ബിസിനസ്സിന് വേണ്ട പണം അവർക്ക് കിട്ടുന്നു, അവർക്ക് ലിക്വിഡിറ്റി കൂടി കിട്ടുന്നു. അപ്പോൾ അവർ റേറ്റ് കുറയ്ക്കാൻ തയ്യാറാവുന്നു. ലെൻഡിങ്ങിൻ്റെ റേറ്റ് കുറയ്ക്കുമ്പോൾ കൂടുതൽ ബിസിനസ് നടക്കുന്നു. അങ്ങനെ ആ മേഖലയിൽ തീർച്ചയായിട്ടും അത് വളരെ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. അതുപോലെ തന്നെയാണ് NBCCകളുടെ കാര്യം. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ സ്ഥാപനങ്ങൾ, അവർക്ക് കുറഞ്ഞ ചെലവിൽ പണം കിട്ടുകയാണ്. കുറഞ്ഞ ചെലവിൽ ബാങ്കുകളിൽ നിന്ന് കുറഞ്ഞ റേറ്റിൽ പണം കിട്ടുന്നു. അപ്പോൾ അങ്ങനെയുള്ള പണം അവർക്ക് ലോണായി നൽകുന്നതിന് കൂടുതൽ സാധ്യതകൾ വരുന്നു. ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്നതുകൊണ്ട് കൂടുതൽ ആവശ്യക്കാർ വരുന്നു. അങ്ങനെ ആ നോൺ ബാങ്കിങ് ഫിനാൻസ് മേഖലയ്ക്കും അത് ഗുണപ്രദമായി തീരുന്നു. ഈ മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഷെയറുകൾ ഇന്നത്തെ മാർക്കറ്റിൽ തന്നെ നമ്മൾക്ക് നോക്കിയാൽ കാണാം, എല്ലാം തന്നെ മുന്നോട്ട് കുതിച്ചിട്ടുണ്ട്. അതുപോലെ റിയാലിറ്റി മേഖലയിലേക്ക് കുറഞ്ഞ റേറ്റിൽ പണം കിട്ടുന്നു എന്നുള്ളത് അവയുടെ ഏറ്റവും വലിയ ഒരു ബെനിഫിറ്റായി മാറുകയാണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞതുകൊണ്ട് കൂടുതൽ ബയേഴ്സിന് കിട്ടാൻ സാധ്യതയുണ്ട്. ലോൺ കൂടുതൽ ഡിസ്ബേഴ്സ് ചെയ്യാൻ അവർക്കാവുന്നു. അങ്ങനെയൊക്കെ ആ മേഖലയെ സ്വാധീനിക്കും. അതുപോലെ തന്നെയാണ് അഫോർഡബിൾ ഹൗസിംഗ് മേഖലയ്ക്കുണ്ടാകുന്ന മുന്നേറ്റം. അഫോർഡബിൾ ഹൗസിംഗ് മേഖലയിൽ ഇതിനെല്ലാം ഇൻട്രസ്റ്റ് റേറ്റ് താഴുന്നു എന്നുള്ളത് കൊണ്ട് അത് തീർച്ചയായിട്ടും ഫ്ലറിഷ് ചെയ്യും. ഇത് പറഞ്ഞാൽ റിയാലിറ്റി മേഖലയിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതലായ ആവശ്യക്കാർ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഹൗസിംഗ് മേഖലയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രതികരണം. അപ്പോൾ ആ മേഖലയ്ക്കും തീർച്ചയായിട്ടും അത് വളരെ ഗുണപ്രദമായിരിക്കും എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെയാണ് കോർപ്പറേറ്റുകൾ ഈ അവലോകനത്തെ, അല്ലെങ്കിൽ ഈ RBIയുടെ ഈ നടപടികൾ തീർച്ചയായിട്ടും കോർപ്പറേറ്റുകൾക്ക് വലിയ ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ്. കുറഞ്ഞ റേറ്റിൽ അവർക്ക് പണം ലഭിക്കുകയാണ്. അവർക്ക് ഏത് തരം ബിസിനസ് പ്രവർത്തനങ്ങളിലേക്കും കുറഞ്ഞ റേറ്റിലായിരിക്കും പണം കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും അവർ വളരെയേറെ സന്തോഷിക്കും. കാരണം അവരുടെ ചിലവ് അത്രയും കുറയ്ക്കാൻ പറ്റുകയാണ്. 0.5% RBI കുറയ്ക്കുമെന്ന് അധികം പേരും വിശ്വസിച്ചിരുന്നില്ല. മാർക്കറ്റിൽ ഒരു 10% പേര് മാത്രമേ ഈ 0.50% മറ്റേ റീപ്പോ നിരക്ക് കുറയ്ക്കുകയുള്ളൂ എന്ന് കരുതിയത് 10% പേരേ ഉള്ളൂ. അതുപോലെ തന്നെ CRR റേറ്റ് അത്രയൊന്നും കുറയ്ക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. 0.10% ഒക്കെയാണ് കുറയ്ക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നത്. അതാണ് 1% ഒറ്റയടിക്ക് കുറച്ചു കൊടുത്തിരിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഉണ്ടാകുന്ന നേട്ടം വളരെ വലുതാണ്. നമ്മളുടെ GDP വളർച്ചയിൽ കാര്യമായി ഇടപെടാൻ തന്നെ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മാർക്കറ്റിലേക്ക് ലഭിക്കുന്ന പണത്തിനനുസരിച്ച് അവിടെ പ്രവർത്തനങ്ങൾ കൂടും എന്നുള്ളതിന് സംശയമില്ല. കഴിഞ്ഞ 2-3 ഈ 4ാം ക്വാർട്ടറിൽ ഒഴിച്ച് മറ്റു ക്വാർട്ടറുകളിൽ GDP വളർച്ച കുറയാനുണ്ടായ കാരണങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട്. ആ വിലയിരുത്തലിൻ്റെ ഭാഗമായിട്ടാണ് മാർക്കറ്റിലേക്ക് കൂടുതൽ പണം പമ്പ് ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നത്. തീർച്ചയായിട്ടും അത്
വളരെ ഗുണപ്രദമാകും എന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ അടുത്ത സാമ്പത്തിക വർഷത്തെ വളർച്ചയെ അവർ വളരെ ശക്തമായി തന്നെ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് RBI അവലോകനത്തിൽ ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായി അവർക്ക് മുന്നോട്ട് വയ്ക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ഇത് മാർക്കറ്റിന് ഗുണപ്രദമായിരിക്കും. മാർക്കറ്റ് ഉടനെ തന്നെ അതിൻ്റെ പുതിയ ഹൈകൾ കാണിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഇനിയും വരാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും മാർക്കറ്റ് ഉയർന്നു തന്നെ പോകും. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ആദ്യമായി കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സഹായമാണ് എൻ്റെ ശക്തി. ഓക്കെ, താങ്ക് യു. വീണ്ടും കാണാം.